സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മഷ്റൂം കറി ഉണ്ടാക്കാം. അതിന് എന്തെല്ലാമാണ് ഞാൻ എടുത്തത് എന്ന് നോക്കാം. ഇനി ഞാൻ എന്തെല്ലാമാണ് എടുത്തത് എന്ന് നോക്കാം. 5-10 കശുവണ്ടി മുളച്ചത്, ഒരു തക്കാളി, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, 5-8 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പകുതി സവാള. ഇനി തക്കാളി ഒന്ന് അരച്ച് മാറ്റി വയ്ക്കാം. അതുപോലെ മുളപ്പിച്ചെടുത്ത കശുവണ്ടിയും അരച്ച് മാറ്റി വയ്ക്കാം. മുളപ്പിച്ചെടുത്ത കശുവണ്ടിക്ക് ഗുണങ്ങൾ ഏറെയാണ്. നിങ്ങളും കുറച്ച് കശുവണ്ടി എടുത്ത് മുളപ്പിച്ചെടുത്ത് നോക്കൂ. മുളപ്പിച്ച അണ്ടിപ്പരിപ്പില്ലെങ്കിൽ സാധാരണ കിട്ടുന്ന അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തി അരച്ചെടുത്താൽ മതി. ഇനി ഇത് നല്ലതുപോലെ അരച്ച് മാറ്റി വയ്ക്കാം. ഇനി എന്തെല്ലാമാണ് മുറിച്ച് മാറ്റി വെച്ചത് എന്ന് നോക്കാം. 5-10 മഷ്റൂം മുറിച്ചത്, പകുതി കാപ്സിക്കം മുറിച്ചത്, 3 പച്ചമുളക് മുറിച്ചത്, പകുതി സവാള മുറിച്ചത്, ഒരു കഷ്ണം പുളിനാരങ്ങ. ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് 1 നുള്ളി ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കും. 1/2 ഇഞ്ച് വലിപ്പത്തിലാണ് ഞാൻ ഇഞ്ചി എടുത്തത്. ഇതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് സവാള മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ വാടിയ ശേഷം ഇതിലേക്ക് 3/4 ടീസ്പൂൺ മുളക് പൊടിയും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ മുളക് പൊടിയും, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുക്കാം.
ആവശ്യത്തിനുള്ള ഉപ്പിട്ടെടുക്കാം. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ടു. അതൊന്ന് ഇളക്കിയ ശേഷം മഷ്റൂം ഇട്ട് കൊടുക്കാം. അതൊന്ന് വാടിയ ശേഷം ഇതിലേക്ക് തക്കാളി അരച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇതിലുള്ള വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞാൽ അണ്ടിപ്പരിപ്പ് അരച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതിലുള്ള വെള്ളമെല്ലാം വറ്റുന്നത് വരെ ഇളക്കിയെടുക്കണം. ഇത് നല്ലതുപോലെ ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് കാപ്സിക്കം മുറിച്ചത് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. പുറത്തുനിന്ന് വാങ്ങുന്ന തേങ്ങാപ്പാലാണെങ്കിൽ കുറച്ചെടുത്ത് അത്ര തന്നെ വെള്ളമൊഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ 2ാം പാലായി. അതിനുശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ക്യാപ്സിക്കം അധികം വേവേണ്ട ആവശ്യമില്ല. ഇനി ഒന്ന് തുറന്ന് നോക്കി ഒരു കഷ്ണം പുളിനാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കാം. നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ.
ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് തുറന്നു നോക്കി ഒന്നാം പാലൊഴിച്ച് തിള വരുമ്പോൾ തന്നെ ഓഫാക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.